എൻ്റെ ഉപ്പ മരണപ്പെട്ട ദിവസമാണ്. ആ ഉപ്പയ്ക്ക് എനിക്ക് ആകെ കൊടുക്കാൻ പറ്റുന്ന സമ്പാദ്യം. എൻ്റെ ഉപ്പ ജീവിച്ചിരുന്നപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്നും എനിക്ക് സങ്കടമാണ്. ഞാൻ ഈ വഅദിന് വരുന്നതിന് മുമ്പ് ഞാൻ ഉംറയ്ക്ക് വേണ്ടി ഇറങ്ങിയതാ. ഇനി ഞാൻ ഉംറ കഴിഞ്ഞ വീട്ടിലേക്ക് പോലും പോകും. ഞാൻ എൻ്റെ വാപ്പാടെ ഖബറിന്റെ ചാരത്ത് പോയി യാത്ര പറയാൻ പോയപ്പോൾ മനസ്സിൽ വല്ലാത്ത വേദനയുണ്ട്. കാരണം ആ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാനന്ന് പഠിക്കുന്ന മുത്തഅല്ലിമായിരുന്നു. ഒന്നും ഒരു നല്ല വണ്ടിയോ നല്ല വാഹനമോ നല്ല വസ്ത്രമോ ഒന്നും എൻ്റെ പ്രിയപ്പെട്ടവരെ കൊടുക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇല്ലാത്ത കഴിവുള്ള മനുഷ്യൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എൻ്റെ ഉപ്പ വലിയ അറിവുള്ള മനുഷ്യനൊന്നുമല്ല, വലിയ അറിവുള്ള ആൾ, സാധുവായിരുന്നടോ. ഈ കല്ല് കെട്ടാൻ പോകുന്നവർക്ക് എന്താ പറയാ? എൻ്റെ ഉപ്പ മേശരി ആയിരുന്നില്ല, മെക്കാടായിരുന്നു. മേശരിയുടെ കൂടെ കല്ലെടുക്കാൻ പോകുന്ന ആളായിരുന്നു എൻ്റെ വാപ്പ. അബ്രാരി ഉസ്താനൊക്കെ അറിയാം, പത്തനാപുരത്ത് ഉസ്താദ് അബ്ദുറഹ്മാൻ ഉസ്താദ് എന്റെ ഉസ്താദാണ്. അദ്ദേഹത്തിന്റെ ഉപദേശം കേട്ടിട്ടാ നന്നായത്. അന്ന് 6 മക്കളുണ്ടായിരുന്നു. 6 എണ്ണത്തിനെ അദ്ദേഹം ആലിമീങ്ങളാക്കി. അത് അദ്ദേഹത്തിന് അള്ള കൊടുത്ത ഭാഗ്യം. 6 മക്കളെ ഇൽമു പഠിക്കാൻ കൊണ്ടുവിട്ടു. പടച്ചോനെ ഒരുപാട് കഷ്ടപ്പാടും പ്രയാസങ്ങളൊക്കെ ആണെങ്കിലും മക്കളെയൊക്കെ അൽഹംദുലില്ലാ നല്ല നിലയിൽ വളർത്തി. അന്ന് അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടു മക്കളെ വളർത്തിയപ്പോ അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത സമ്മാനം. ഇന്ന് 6 മക്കളും 6 പള്ളിയിലെ ഖതീബന്മാരാ. 6 പള്ളിയിലെ ഖതീബന്മാരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു ദുആ അള്ളാഹു അദ്ദേഹത്തിന്റെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരുന്നപ്പോ ഉപ്പായിക്കൊന്നും ചെയ്തു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റും.